എന്നെ വളരെ ആകർഷിച്ച ഒരു സംഭവമുണ്ട്. ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ടതാണ്. ഒരു വൈദികൻ, അദ്ദേഹം സെമിനാരിയിൽ പഠിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ പേര് ജസ്റ്റിൻ എന്നാണ്. സെമിനാരിയിൽ അവസാന വർഷം പഠിച്ച് ഓർഡിനേഷന് വേണ്ടി പട്ടവേക്കാൻ ഒരുങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു തലവേദന വന്ന് നോക്കിയപ്പോൾ ബ്രെയിനിലെ ട്യൂമറാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ബ്രെയിൻ മാറിയിട്ട് അത് ഓപ്പറേഷൻ ചെയ്യണം, മുറിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യണം, തലയോട്ടി പൊട്ടിച്ച് ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തോട് ഡോക്ടർമാരൊക്കെ പറഞ്ഞു ചിലപ്പോൾ 3 മാസം കഴിഞ്ഞേ ഓർമ്മ കിട്ടത്തുള്ളൂ, ചിലപ്പോൾ അതുപോലെ കിട്ടണമെന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് വളരെ സംഘർഷമായിരുന്നു. ആ സംഘർഷങ്ങളുടെ ഇടയിൽ അദ്ദേഹം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് വിഷമതകളിൽ കിടന്നുറങ്ങിയ സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഒരുപക്ഷെ ഇനി പട്ടവേൽക്കുവാൻ പോലും സാധിച്ചു എന്ന് വരികയില്ല. അന്ന് രാത്രിയിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ദൈവം ഒരു വചനം കൊടുക്കുകയാണ്. അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞു, ഇന്നും അദ്ദേഹം ഈ രോഗമൊക്കെ സൗഖ്യമായ അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികനാണ്. ആ വാക്യം ഇതായിരുന്നു, യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 13-ാം വാക്യം, 13-14. ഇനി പകൽ നേരത്ത് നിനക്ക് വെളിച്ചം തരുന്നത് സൂര്യനാകുകയില്ല, നിനക്ക് നിലാവെളിച്ചം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മാഞ്ഞു പോവുകയുമില്ല. യഹോവ നിനക്ക് നിത്യപ്രകാശമായിരിക്കും, നിന്റെ ദുഃഖങ്ങൾ തീർന്നു പോകും. പരിശുദ്ധനായ പരിമളത്തിനുമേനി ഈ സുവിശേഷപരമായ ഒരു ജീവിതം നയിച്ചയാളാണ് അദ്ദേഹം. ആരാധനാ ജീവിതത്തിലൂടെ ഈ വിശുദ്ധിയിലേക്ക് വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതവും നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ ഒരു അനുഭവമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികളിൽ ഈ പെരുന്നാളിൽ ഇവിടെ വന്ന് ആശ്വാസം കണ്ടെത്തുന്ന ഒരു ജനതയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ദൈവം പരിമളത്തിന് വേണ്ടി നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പ്രതിസന്ധികളും രോഗങ്ങളും ഒക്കെ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുമ്പോഴും നമ്മൾ ഓർക്കണം, കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയില്ലവൻ ശത്രു കയ്യിൽ, സ്വർപ്പുരം നീയണയും വാരെയും അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ.